ഇത് വായിച്ച ആ നിമിഷം പ്രതാപേട്ടൻ അംബികയെ അടിച്ച് പുറത്താക്കും. പക്ഷേ അവര് പ്രോപ്പർട്ടി തിരിച്ചെഴുതി കൊടുക്കുന്ന എന്റെ പേടി. അതൊക്കെ പ്രതാപേട്ടൻ മേടിക്കും. എടഞ്ഞ പ്രതാപേട്ടൻ ഒതുക്കിക്കളയും. ഹലോ, എന്താ മാഡം? ഈ ഉള്ളവനെയൊക്കെ ഓർക്കുന്നുണ്ടോ? അതെന്താ ജെയിംസ് സാറേ, ഉപകാരങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നവരല്ലേ നമ്മള്. മറക്കാനൊക്കെ പറ്റുമോ? മാഡം പറഞ്ഞോ, എന്തോ ഒരു കാര്യമില്ലാതെ മാഡം എന്നെ വിളിക്കില്ലല്ലോ. വിളിച്ചിട്ട് കാര്യമായ പ്രതിഫലം തരാതെ ഞാനിതുവരെ വിട്ടിട്ടുണ്ടോ? അതെനിക്കറിയാമല്ലോ മാഡം. അതല്ലേ കണ്ട ഉടനെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തത്. ഒരു വസ്തു രജിസ്ട്രേഷൻ ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചാൽ പറ്റും. അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. കൊടുക്കുന്നയാള് കിടപ്പുരോഗിയായിരിക്കണം. അപേക്ഷ നേരത്തെ നൽകണം. കാലിന് പ്ലാസ്റ്റർ ഇട്ട് കിടപ്പ് രോഗിയായ പോരെ? അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം മാഡം. ഞങ്ങളെ എല്ലാവരെയും ശരിക്കൊന്ന് കണ്ടാൽ മതി. ആ കാര്യത്തില് ജെയിംസ് സാറിന് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമില്ല മാഡം. മാഡം കാര്യം പറ. ഓ ശരി മാഡം, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ പ്രതാപൻ ഇവിടെ ഇല്ലാത്ത സമയം നോക്കി വരണം. ഞാൻ വിളിക്കാം. ഓക്കെ മാഡം. അയാള് പറഞ്ഞ ബുദ്ധിയാ കറക്റ്റ്. വീടും പറമ്പും തിരിച്ച് ഋതികയുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ പറഞ്ഞ പിന്നെ അവനോട് എതിർക്കേണ്ടി വരും. അതിലും ഭേദം മരുമോളുടെ പേരിലേക്ക് എഴുതാം, നന്ദനയുടെ പേരില്. ഇവളൊരു പാവ, ചതിക്കില്ല. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ അമ്മേ? ഈ വീടും പറമ്പും ഞാൻ നിന്റെ പേർക്ക് എഴുതി വാങ്ങാനാ ഉദ്ദേശിക്കുന്നേ. അതൊന്നും വേണ്ടമ്മേ, അതൊന്നും ശരിയാവില്ല. ഞാനൊരു പാവല്ലേ അമ്മേ? നീയൊരു പാവായതുകൊണ്ടല്ലേ നിന്റെ പേരിൽ എഴുതി വാങ്ങുന്നേ. എന്നാലും അത് വേണ്ട. നീ എന്റെ പൊന്നും മരുമോളല്ലേ. എന്റെ അടുത്ത അനന്തരാവകാശിയുടെ അമ്മയാകാൻ പോകുന്നവളാ. അപ്പോ അമ്മ പറയുന്നതങ്ങ് അനുസരിച്ചാ മാത്രം മതി. ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞ എഗ്രിമെന്റ് അല്ലേ? ദാ പ്രതാപനോട് ഞാൻ പറയുന്ന കുറ്റസമ്മതമായിട്ടാ അതിലെഴുതിയിരിക്കുന്നേ. മോള് വായിച്ചു നോക്ക്. അത് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പ്രതാപൻ വന്നാലുടനെ മോൾ ഈ എഗ്രിമെന്റ് കൊടുത്ത് അവനോടെല്ലാം പറയണം. അപ്പോ അവൻ എന്നെ വിളിക്കും. അവന്റെ കാലി വീണ് മാപ്പ് പറഞ്ഞ്
ഞാൻ എല്ലാം പറഞ്ഞോളാം. ചെറിയമ്മേ, എല്ലാം കഴിഞ്ഞു മോളെ. കഴിഞ്ഞു ചെറിയമ്മേ. എന്നാ ചെറിയമ്മേ എഗ്രിമെന്റ്. ഇത് അംബിക എഴുതുന്ന എഗ്രിമെന്റ് അല്ലേ? ആ അതെ ചെറിയമ്മേ. പക്ഷെ ഇത് ഭദ്രമായിട്ട് സൂക്ഷിക്കണം. അമ്പയെ ആള് അവരാണ് എഴുതി തന്നെങ്കിലും വേണ്ടി വന്നാ മോഷ്ടിച്ചോണ്ട് പോയിക്കളയും. ചെറിയമ്മേ, ചെറിയമ്മയുടെ റൂമിലെ ഷെൽഫിലാണെങ്കിൽ ഭദ്രമായിട്ടിരുന്നോളൂ. അംബിക അവിടെ കയറില്ല. ഈ എഗ്രിമെന്റില് അവരെല്ലാം തുറന്നെഴുതിയിട്ടുണ്ടല്ലോ. ഇത് വായിച്ചു കഴിഞ്ഞാ പ്രതാപേട്ടൻ പൊട്ടിക്കരഞ്ഞോണ്ട് എടുത്തിട്ട് അടുത്തേക്ക് ഓടും മാപ്പ് ചോദിക്കാൻ. ഒരു കാര്യം ഉറപ്പാ, ഈ എഗ്രിമെന്റ് ഒരു മാപ്പപേക്ഷ കൂടിയാ. ഇത് വായിച്ച ആ നിമിഷം പ്രതാപേട്ടൻ അംബികയെ അടിച്ച് പുറത്താക്കും. പക്ഷേ അവര് പ്രോപ്പർട്ടി തിരിച്ചെഴുതി കൊടുക്കുന്ന എന്റെ പേടി. അതൊക്കെ പ്രതാപേട്ടൻ മേടിക്കും. എടഞ്ഞ പ്രതാപേട്ടൻ ഒതുക്കിക്കളയും. എന്തായാലും എന്റെ അച്ഛനും അമ്മയും കൂടി ഒന്നിക്കുള്ളൂ ചെറിയമ്മ. എനിക്കത് മതി. രാജു ഈ വിവരം അറിഞ്ഞിട്ടില്ല. അവന്റെ മനസ്സില് തീ കൊളുത്താൻ എന്താ ഒരു വഴി? ആ, അതാണ് കറക്റ്റ് വഴി. ആ വഴി എരികേറ്റാം. ഇതാരാണ് എന്തോ മേനക്കെടുത്ത പോലെ കോളുമായിരിക്കും. അംബിക മേഡാണല്ലോ. മേഡം, നീ എവിടെയാ ജയ? നമ്മളെയൊക്കെ മറന്നോ? മറന്നിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പം മേഡത്തിന് മനസ്സ് വിചാരിച്ചേ ഉള്ളൂ. അല്ല, ഇപ്പൊ എന്താ പരിപാടി? ഏതെങ്കിലും മന്ത്രിയുടെ പി ആണോ? എരുമ വിശ്വംബരം പിയാൻ വിളിച്ചതാ. ഞാൻ പോയൊന്നുമില്ല. അങ്ങേരൊരു ബടക്ക. മേഡം ഒന്ന് കാലുമാറി കേന്ദ്രമന്ത്രിയാകെ. ഞാൻ വരാം പി ആയിട്ട്. ഡൽഹി നമുക്ക് അമ്പലക്കുളം ആക്കി മാറ്റാം. അതൊക്കെ വരട്ടെ ജയ. ഞാനിപ്പോ വിളിച്ചതേ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാനാ. അപ്പൊ എനിക്ക് സന്തോഷിക്കൊന്നുമില്ലേ? നിനക്ക് സന്തോഷിക്കാൻ കാശ് പോരെ? അതിന് നീ ഇടയ്ക്ക് ഇങ്ങോട്ട് വാ. ഓ